MES College of Engineering Technology is one of the most prestigious engineering college under the MES Trust. An ISO certified college approved by AICTE Delhi and affiliated to APJ Abdul Kalam Technological University located near Cochin International Airport. We give 100% placement assistance. Admissions started for UG programs. For more information, contact 944-77-81611. Embark your journey with MESC. കലാഭവൻ ഹനീഫിന്റെ നാമധേയത്തിലുള്ള റോഡിന്റെ ഉദ്ഘാടനം KJ മാക്സി MLA നിർവഹിച്ചു. പടിഞ്ഞാറ് ചുള്ളിക്കലിൽ കലാഭവൻ ഹനീഫിന്റെ പേരിൽ റോഡ് നാമകരണം ചെയ്തു. 9ാം ഡിവിഷനിലെ ചുള്ളിക്കൽ ഭൈ റോഡിനാണ് കലാഭവൻ ഹനീഫ് റോഡ് എന്ന് നാമകരണം ചെയ്തിരിക്കുന്നത്. നാമകരണത്തിന്റെ ഉദ്ഘാടനം KJ മാക്സി MLA നിർവഹിച്ചു. ഏറെ സന്തോഷമുള്ളൊരു ദിവസമാണ് നമുക്ക് കൊച്ചിക്കാർക്ക് എല്ലാവർക്കും. നമ്മുടെ ഒരു പ്രിയപ്പെട്ട കലാകാരൻ, ചലച്ചിത്ര താരവും കൂടെ ആയിരുന്ന കലാഭവൻ ഹനീഫിൻ്റെ പേര് നമുക്കെന്നും ഒരു ഓർമ്മയായി നമ്മുടെ കൊച്ചിയിൽ നിലനിൽക്കുന്നതിന് വേണ്ടിയിട്ട് നഗരസഭ ഈ റോഡിന് കലാഭവൻ ഹനീഫിൻ്റെ പേര് നിർദ്ദേശിച്ച് അത് ഉദ്ഘാടനം ചെയ്ത ദിവസമാണ്. ഏറെ സന്തോഷമുണ്ടെന്ന് പറയാൻ കാര്യം, നമ്മളിലേക്ക് മുൻപിലുണ്ടായിരുന്ന, നമ്മൾക്കൊക്കെ ഏറെ അഭിമാനമായിരുന്ന കലാഭവൻ ഹനീഫ് നമ്മൾ വിട്ടു പിരിഞ്ഞു പോയിട്ട് അധികം നാളുകളായിട്ടില്ല. അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ എന്നും ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ട്, അദ്ദേഹത്തിൻ്റെ സ്മരണയ്ക്ക് വേണ്ടിയിട്ട് ഒരു റോഡുണ്ടാകുമെന്ന് പറയുന്നത് ഏറ്റവും വലിയൊരു കാര്യമാണ്. റോഡ് മാത്രമല്ല, അദ്ദേഹത്തിന് സാംസ്കാരിക കേന്ദ്രം ഉണ്ടാവണമെന്നാണ് കൗൺസിലറോട് സൂചിപ്പിച്ചത്. കൗൺസിലർ എം ഹബീബുള്ള അധ്യക്ഷത വഹിച്ചു. KM റിയാദ്, NKM ഷെരീഫ്, TK ഷഹീർ, KM മുഹമ്മദ് അഷ്റഫ്, ഡോക്ടർ ശ്രീരാമചന്ദ്രൻ, വിക്ടർ ചാക്കോ, P ഹമീദ്, ഹാഷിം ഖാൻ, MP മുഹമ്മദ് സഗീർ, ഷാരൂഖ് എന്നിവർ സംസാരിച്ചു. പ്രാബല്യത്തിലാക്കിയ കൗൺസിലർ ഹബീബുക, പിന്നെ അത് തുടർച്ചയായി ഫോളോ അപ്പ് ചെയ്ത ജനകീയനായ MLA മാക്സി സാറ്, അതിനുശേഷം പട മരണാന്തര ചടങ്ങുകൾ ഉണ്ടായിരുന്നു. അതിൻ്റെ ആ ടൈമിൽ ഹബീബുക, MLA, പോലീസ് ഉദ്യോഗസ്ഥർ, ഇവരെല്ലാവരും നമുക്ക് ഒരുപാട് സഹായങ്ങളൂടെ ചെയ്തു തന്നു. എല്ലാവർക്കും വളരെ നന്ദിയുണ്ട്. ഇതിൻ്റെ പുറകിൽ നടന്ന ഏറ്റവും കൂടുതൽ കഷ്ടപ്പെട്ടിരിക്കുന്നത് എന്നെ കാട്ടി ഹബീബുക, MLA, പിന്നെ എൻ്റെ ഉപ്പാട അനുജന്മാരായ ഷാജി, അസി, ഇവരൊക്കെയാണ്. അവർക്ക് വളരെ നന്ദിയുണ്ട്. ന്യൂസ് ബ്യൂറോ, മട്ടാഞ്ചേരി.